പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പൊ എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരു എത്തും പിടുത്തം കിട്ടുന്നില്ല. ഇന്നലെ വൈകുന്നേരത്തിന് മുമ്പ് വരെ അർജുന്റെ കുടുംബം നമ്മളൊക്കെ കുടുംബമായിരുന്നു. എല്ലാവരും അവരെ കുറിച്ച് വാദോരാതെ പറയുകയും അർജുന്റെ ഭാര്യയും അളിയനും എല്ലാവരെയൊക്കെ വല്ലാതെ പ്രശംസിക്കുക ചെയ്തിരുന്നു. എന്നാൽ ഇന്നലത്തെ ഒരു വാർത്താ സമ്മേളനം അളിയനും ഭാര്യയും കുടുംബക്കാരെല്ലാം കൂടെ നിരന്നിരുന്ന് സകലമാന മൈഡിയകളെയും ചൊല്ലിയിരുന്നിട്ട് വിളമ്പിയ കുറെ വിളമ്പലുണ്ടല്ലോ. സത്യം പറഞ്ഞാലും ഇന്ന് അത്ഭുതപ്പെടുത്തി കളഞ്ഞു. നമ്മൾ ആരും അറിഞ്ഞ് ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലേ? ചിന്തിക്കാത്ത കുറെ കാര്യങ്ങൾ ഇന്നലെ വൈകുന്നേരം വിളിച്ചു പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ആ സമയത്ത് തന്നെ ഇപ്പൊ മനാഫായ ആരുമായിക്കൊള്ളട്ടെ നമുക്ക് അതൊക്കെ പിന്നെയുള്ള കാര്യമാണ്. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നാനുള്ള കാരണം നമ്മൾ അന്ന് മുതലേ കണ്ടൊരു മുഖമാണ്. 71 ദിവസം മണ്ണിനടിയിലേക്ക് അർജുൻ കിടന്നെങ്കിൽ ആ മണ്ണിന്റെ മുകളിൽ അർജുനെയും കാത്തു നിന്നൊരു മനുഷ്യനായിരുന്നു മനാഫ്. നമ്മൾ അന്ന് മുതൽ അങ്ങനെയാണ് മനാഫിനെയാണ് കണ്ടത്. അല്ലാതെ ഈ അളിയനെ ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ആരും അങ്ങനെ ഇവരെ കുടുംബക്കാരെ നമ്മൾ അവിടെ കണ്ടിട്ടില്ല. അവിടെ ഏറ്റവും കൂടുതൽ കണ്ടത് മനാഫിനെയും അതുപോലെ തന്നെ ആഴങ്ങളിലേക്ക് സ്വയം ജീവൻ തന്നെ മാറ്റിവെച്ച് ആഴങ്ങളിലേക്ക് ചാടി ഇറങ്ങി ഈശ്വരമാൽപ്രിയമാണ് നമ്മൾ കണ്ടത്. എന്നാൽ അവർ രണ്ടുപേരും ഇന്നിപ്പോ കുറ്റക്കാരായി മാറിയിരിക്കുന്ന ഒരു വല്ലാത്തൊരു എന്താ പറയുന്നത് ഒരവസ്ഥയിലേക്കാണ് ഇന്ന് ആ കുടുംബം അവരെ കുറിച്ച് ആരോപണം നടത്തുന്നത്. ആരോപണം ഏതുമായിക്കൊള്ളട്ടെ, നാം ഒന്ന് ചിന്തിക്കുക. അവര് പ്രധാനമായി അളിയൻ ഉന്നയിക്കുന്നത് നമ്മുടെ അർജുന്റെ അളിയൻ ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് എന്താ പറയുന്നത് ഈ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ മനസ്സുപോലും മടിപ്പിച്ചു കളയുന്ന കാര്യങ്ങളാണ്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അവൻ ഇതിനു വേണ്ടി ഏത് ലാഭത്തിനും ചെയ്തു കൊള്ളട്ടെ, ജോലി ചെയ്താൽ കൂലി കൊടുക്കണം, അത് വേറെ കാര്യം. പക്ഷെ ഈ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ഈ മനാഫ് 71 നാളുകൾ അവിടെ കിടന്നതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയും വെയിലും ചൂടും മഴയും എല്ലാം അതിജീവിച്ചിട്ട് ഈ മനുഷ്യൻ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ മാത്രമല്ല പ്രധാനമായി ഉന്നയിച്ചൊരു കാര്യമുണ്ട്. മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അളിയ വന്നിരുന്നു പറയാം, യൂട്യൂബ് ചാനൽ തുടങ്ങി കോടിക്കണക്കിന് വരുമാനമാണ് മനാഫ് ഈ ദിവസം മേടിച്ചത്. മനാഫുമായിട്ട് അടുത്ത് ഇടപഴകുന്നവർക്കറിയാം മനാഫ് ആരാണ്. മനാഫിനെ യൂട്യൂബ് ചാനലിലെ പൈസ കൊണ്ടാണല്ലോ അവർ വീട് തിന്നും കുളിച്ചും കിടക്കുന്നത്. അടുത്ത് ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇന്നലെ ഈ ഒരു വിഷയം വരുന്ന സമയത്ത് 4 മണിക്ക് സമയത്താണ് വാർത്താ സമ്മേളനം വരുന്നത്. ആ സമയത്ത് മനാഫിന്റെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ വെറും 10K സബ്സ്ക്രൈബറാണ് ഉണ്ടായിരുന്നത്. വെറും 10K. അവർ ഇട്ടിരുന്ന വീഡിയോ ഒരു 30 വീഡിയോ തോന്നുന്നു. 30 വീഡിയോക്ക് താഴെ വീഡിയോ. അതും അവസാനം അപ്ലോഡ് ചെയ്തത് ഈ ഒരു വസ്തുതയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ലാസ്റ്റ് അപ്ലോഡ് ചെയ്തത് അർജുന്റെ മൃതശരീരം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പാണ് ലാസ്റ്റത്തെ വീഡിയോ. ഒരു 12-14 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ആ വീഡിയോയിൽ വന്നിട്ടില്ല. പിന്നെ അവിടെ നടന്ന കാര്യങ്ങൾ അതിപ്പോ എത്രയോ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. മനാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇതിനിടയിൽ മറ്റൊരു കാര്യം ചേർത്ത് വായിക്കുന്നത്, വയനാട് ദുരന്തം വരുന്ന സമയത്തും അവിടെ അന്വേഷണം ഊർജിതമായി നടക്കുന്ന സമയമാണ്. ആ സമയത്ത് മാധ്യമങ്ങളെല്ലാം വയനാടിന്റെ കാര്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ അവസ്ഥകൾ മാഞ്ഞു പോകാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ പിന്നൊരു സമയത്ത് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ മനാഫ് ചാനൽ തുടങ്ങുന്നത് തന്നെ. അതിലൂടെ മനാഫ് എല്ലാ കാര്യങ്ങളും അറിയിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരങ്ങൾ, ഇപ്പോൾ ആ മനാഫ് കുറ്റക്കാരനായി മാറിയിരിക്കുകയാണ്. മനാഫ് പോട്ടെ, മനാഫ് മാത്രമല്ല ഈ ഈശ്വരമാൽപ്പയും ഇപ്പോൾ കുറ്റക്കാരനായി മാറിയിരിക്കുന്ന വാർത്ത കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ വല്ലാത്ത എന്താ പറയുന്നത് അപകർഷാബോധവും വല്ലാത്ത എന്താ ഒരു മനസ്സുമടിപ്പൊക്കെയാണ് സാധാരണ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നത്. ഇന്നലെ വരെ അർജുന്റെ കുടുംബം നമ്മുടെ കുടുംബമാണ് എന്ന് പറഞ്ഞ് അർജുന്റെ കണ്ണുനീർ, കുടുംബത്തിന്റെ കണ്ണുനീർ നമ്മുടെ കണ്ണുനീരാണ്, ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് നടന്നവർ പോലും ഇന്ന് അവർക്ക് എതിരെ പറയുന്ന അവസ്ഥയിലേക്ക് ഈ അളിയനും കൂട്ടരും കൊണ്ട് എത്തിച്ചു എന്ന് ഓർക്കുമ്പോൾ ചിത കെട്ടടയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് പോലും സമാധാനം കൊടുക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ പേരിനെ പോലും കളങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് എന്തിനായിരുന്നു ഇത്ര ധൃതിപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഈ വാർത്താ സമ്മേളനങ്ങൾ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ന് പറയാൻ